നമ്മൾ നാരങ്ങാളി പോയിട്ട് ഫുഡ് കഴിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, രണ്ട് അടിപൊളി സ്പോട്ടുകൾ കവർ ചെയ്യാണ്ടെന്ന്. ഇന്ന് ആ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ആ ഗ്രീൻ ഷർട്ട് ഇട്ട് ഇരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ചില്ലറക്കാരനല്ല, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഹായ് ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വരുന്നത് ഒരു പുതിയോട്ടിൽ കടവ് തൂക്കുപാലം. നമ്മുടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലുള്ളതാട്ടോ. അതായത് ഇതിലിങ്ങനെ ആടി ഉല്ലസിച്ച് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഇവിടെ നിറച്ച് മരങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ പാലം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. ഇരുവഞ്ഞി പുഴയുടെ മുകളിലൂടെ ആടി കളിക്കുന്ന ഈ തൂക്കുപാലം അടിപൊളിയാണ് കേട്ടോ. തൂക്കുപാലൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സ്പോട്ട് പോരെ. നാരങ്ങാളി പോയിട്ട് ഫുഡ് കഴിച്ച് വരുന്ന വഴിക്ക് കുറച്ച് ലോങ്ങേ ഉള്ളൂ, അതായത് ഒരു 5 കിലോമീറ്റർ ദൂരം. താഴെ തോണിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ തോണി സർവീസ് ആയിട്ടുണ്ട് എന്ന്. ഇക്കരെ അക്കരെ കടക്കാൻ വേണ്ടി ആദ്യം മൊത്തം തോണിയായിരുന്നല്ലോ, ഇപ്പോഴും തോണിയുള്ളവർ ഇതിലേക്ക് തൊഴിയുന്നുണ്ടെന്ന് മാത്രം. വെള്ളത്തിൽ വീണെടുക്കുന്ന തേങ്ങയൊക്കെ അവർക്ക് കിട്ടി തോന്നുന്നു. കൊടുവള്ളിയിലുള്ള തൂക്കുപാലത്തിൽ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിനേക്കാളും നല്ല ഇളക്കാണ് ഈ തൂക്കുപാലത്തിനുള്ളത്. നല്ല പേടിയാവും നമുക്കിങ്ങനെ നടക്കുന്ന സമയത്ത്. കണ്ടോ, എൻ്റെ കൈ ജെർക്ക് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ സോയക്ക് ഇതൊന്നും ഒരു ബാധകമല്ലായിരുന്നു കേട്ടോ. അവൾ മാമൻ്റെ കൈയും പിടിച്ച് നല്ല നടത്തായിരുന്നു ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ. ഈ തോണി പോകുന്നത് കണ്ടില്ലേ, കുട്ടനാടിനെയൊക്കെ തോന്നിപ്പിക്കും, അത്രയും മനോഹരമായിട്ടാണ് കേട്ടോ. പിന്നെ ഫഹദിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അവർക്കൊന്നും വലിയ ഭയമൊന്നുമില്ല കേട്ടോ. അവർക്കിതൊക്കെ എന്ത്, കാരണം അവരത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഞാനങ്ങനെ എന്താ പറയുക, ഈ തൂക്കുപാലം എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ തൂക്കുപാലമൊക്കെ എനിക്ക് പേടിയാണ്. പെട്ടെന്ന് അക്കരെ കടന്നെത്തുക ആ ഒരു ലെവലിലായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ ഈ ജസ്റ്റ് ഈ കാണുന്നത്ര ഞാൻ പോയിട്ടുള്ളൂ, അധികമൊന്നും ഞാൻ നീങ്ങിയിട്ടില്ല. എൻ്റെ ഒരു പേടി കാരണം. നമ്മുടെ പ്രകൃതി എത്ര സുന്ദരിയാണെന്നുള്ളത് ഓരോ വീഡിയോസിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രകൃതിയുടെ ഓരോ രീതിയിലുള്ള ഭംഗികളാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഈ കാഴ്ചകൾ എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നേരമാണ് നോക്കി നിന്നിട്ടുള്ളത്. അത്ര അടിപൊളിയായിട്ടുള്ളതായിരുന്നു. ഫഹദും ഫ്രണ്ട്സൊക്കെ പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് അവർക്ക് പേടിയുമില്ല. അവരാണെങ്കിലും മറ്റേ ഓടിച്ചാടി വേഗം വേഗമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എനിക്കായിരുന്നു കേട്ടോ പേടി മൊത്തം. പിന്നെ അവരൊക്കെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അതിൽ ഒരാൾക്ക് ഒരു വലിയ സംഭവമുണ്ട്. ആ കാര്യം ഞാൻ പറയുന്നില്ല, നിവിൻ പോളി എന്നായിട്ട് നിങ്ങളോട് പറയാം. മാത്രമല്ല ഈ മാസയിൽ വരിപ്പിക്കാൻ 6 പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല മയക്കുമരുന്നും കുത്തിവെക്കുന്നുണ്ടത്രേ. കുത്തിവെക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷെ മച്ചാൻ അടിപൊളി മസിലാണെന്നറിയാം. അതും ഈ പാലത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടന്നിട്ട് എന്നെ പുഷപ്പ് ചെയ്യണമെന്നും പറഞ്ഞപ്പം അങ്ങ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. നമുക്കൊരു കണ്ടൻ്റായല്ലോ. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ 6 പാക്ക് എന്നൊക്കെ പറയെങ്കിലും ഏറ്റവും കൂടുതൽ ഗേൾസ് കാണുന്ന വീഡിയോസ് എന്താ, കൊറിയൻ ചെക്കന്മാരും മസിലും പിരി. അപ്പം മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. കുറേ ബായിമാരിങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫഹദ് വണ്ടി ഓടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, കണ്ണും തലയും മൊത്തം അതിലേക്കാണ്. ഞാൻ പറയുന്നുണ്ട് ഫഹദേ വീഴ്ത്തല്ലേ, അതിൻ്റെ അടുക്ക് മീൻ കിട്ടിയടാക്കി. ഫഹദിൻ്റെ മാത്രമല്ല, ഫഹദിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ചിന്ത തന്നെയായിരുന്നു തിരിച്ചു വന്നിട്ട് എന്തായാലും മീൻ പിടിക്കാൻ പോകണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ അടുത്ത പോണ സ്പോട്ട് എവിടേക്കാണെന്ന് മനസ്സിലായോ? അതിൻ്റെ അടുക്കാട്ടോ. ഈ കാഴ്ച കണ്ട അടിപൊളിയായിരുന്നു. മക്കളിങ്ങനെ മദ്രസ ഇട്ടിട്ട് നല്ല നൊസ്റ്റാൾജി ആയിട്ടുള്ളൊരു കാര്യം. കുട്ടികളിങ്ങനെ മദ്രസ വിട്ട് വരുന്നതൊക്കെ. നല്ല നീല കളറ് വെള്ളം കണ്ടോ, കുട്ടികളൊക്കെ ചാടി തിമിർ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കുളം. 2 കുട്ടികൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. അവർ കളിക്കുന്നതും നീന്തുന്നതൊക്കെ നോക്കി എന്ത് രസമാണ്, എന്തൊരു ഭംഗിയല്ലേ ഈ വെള്ളത്തിന്. അടിയിൽ മൊത്തം നീല കളറായിട്ട്. ഇതിൻ്റെ സൈഡിൽ വലിയൊരു പാറ വരുന്നുണ്ട്, പക്ഷേ നമുക്കത്ര വലിയ പ്രശ്നം വരില്ല. നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ കുത്തിപ്പൊക്കി ഇതിന്നും ചാടാൻ വേണ്ടി നമ്മളെല്ലാവരും ചീറയാണ്, ചാട് 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 പറഞ്ഞിട്ട്. അവനെ പേടിയാന്ന് പറഞ്ഞ് 2-3 തവണ ഇറങ്ങുന്നുണ്ട്. ലാസ്റ്റ് ഞങ്ങൾ ഓരോ ഭീഷണിപ്പെടുത്തി ഡ്രസ്സ് വലിച്ചെറിയും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവൻ്റെ സമ്മതപ്രകാരം ചാടുകയാണ് കേട്ടോ. ആൾ ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറിക്കുമ്പോൾ അവൻ ഒന്നും കൂടി പേടിയാവുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ് അവസാനം അവനെ കൊണ്ട് ചാടിപ്പിച്ചിട്ടുണ്ട്. ഷാദിലിന് ചാടാൻ പേടിയുണ്ടെങ്കിൽ എന്താ, ഇവിടെ കുട്ടികൾ ചാടി തിമിർക്കല്ലേ, ഒരാൾ കഴിയുമ്പോൾ ഒരാൾ അങ്ങനെയായിരുന്നു അവർ ചാടി കളിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് എത്ര ടൈം പറഞ്ഞിട്ടുണ്ട്, അതിനുള്ളിൽ വീട്ടിൽ കയറിയാൽ മതി എന്നാ. ഞങ്ങളോട് ഇടയ്ക്ക് ടൈമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം പറഞ്ഞതാ ഇത്ര ടൈമിനുള്ളിൽ വീട്ടിലേക്ക് തിരിച്ചെത്തണം. കുട്ടികൾ നീന്തലിൽ എക്സ്പേർട്ട് ആയിരുന്നു കേട്ടോ. പല രീതിയിൽ നീന്തുന്നൊക്കെ ഉണ്ടായിരുന്നു. ശങ്കരൻ പിന്നെയും തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാദിൻ പിന്നെയും കയറിയിട്ടുണ്ട്.
ഇയാള് കയറും ഇറങ്ങും പേടിയാവും നിൽക്കും, നെഞ്ചത്ത് കൈ വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട് പടപടാന്നടിക്കുന്നുണ്ട് ചാടണോന്ന്. പിന്നെ ഞങ്ങളൊന്ന് കയറ്റി വിട്ട് ഞങ്ങൾ ഒച്ചപ്പാടും ബഹളം വെച്ച് പറയാം നിന്നെ കൊണ്ട് പറ്റും, നീ ചാടും, അങ്ങനെ ഇങ്ങനെ 1 2 3 എണ്ണുന്നു എല്ലാം ഉണ്ട് കേട്ടോ. അവസാനം അവനെ മൊത്തത്തിലൊന്ന് നനച്ചപ്പം എവിടെ നില്ലാത്തൊരു മനസ്സുകൊണ്ടായിരുന്നു കേട്ടോ. അവനും നനഞ്ഞ് അവരെ ലാസ്റ്റ് അടിയായിരുന്നു, ആരിയിരിക്കും ആര് കയറും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ആയാണ്. അപ്പോൾ ഓക്കെ, ബായ്.